നമസ്കാരം. നൈന ക്രിയേഷൻസിൽ നിന്ന് ചക്കക്കുരു മാങ്ങി വെച്ചിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് 2 പിടി ചക്കക്കുരു മുകളിലത്തെ തൊലി കളഞ്ഞിട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 1 പിടി പച്ച മാങ്ങ, അത് പുളിക്ക് ആവശ്യത്തിനുള്ളത് ചേർത്താൽ മതി. പിന്നെ കുറച്ച് ചുവന്നുള്ളി, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, നാളികേരം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. കഴുകി വാരിയ ചക്കക്കുരുവിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു മൂടണ പാകത്തിന് വെള്ളം ചേർത്തിട്ട് 2 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഷർ പോയതിന് ശേഷം തുറന്നപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട് ചക്കക്കുരു. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചക്കക്കുരു മാങ്ങയും കൂടി ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചക്കക്കുരു വേവാൻ സമയമെടുക്കും. അത് കാരണമാണ് ആദ്യം തന്നെ ചക്കക്കുരു വേവിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വേവിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാങ്ങ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി വേവിക്കാൻ വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 2-3 അല്ലി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. പിന്നെ ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടിയിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരയ്ക്കാൻ പാടില്ല, ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. ചക്കക്കുരു മാങ്ങയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ചതച്ച് വെച്ചിങ്ങനെ നാളികേരക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നാളികേരമൊക്കെ ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ കൂട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ചക്കക്കുരു മാങ്ങയും ചേർത്തിട്ടുള്ള നല്ല ഒരു സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട്, പച്ച വെളിച്ചെണ്ണ ഇതേപോലെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.